എല്ലാവർക്കും നമസ്കാരം. 2025 പുതുവർഷ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ വർഷം തുടങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും ആ ഒരു വർഷത്തിനുള്ളിൽ നിറവേറ്റാൻ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾ നന്നായി പഠിക്കാനും പരീക്ഷകളിൽ വിജയം നേടാനും ശ്രമിക്കുമ്പോൾ പഠനം കഴിഞ്ഞവർ നല്ല ജോലിയിൽ പ്രവേശിക്കാനും ജോലിയിലുള്ളവർ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിക്കായോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിരിക്കും ശ്രമിക്കുക. അതുപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ അതിനെ വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനോ ശ്രമിക്കുന്നതാണ്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ ചിലർക്ക് ഉടനെ സാധിക്കുകയും ചിലർക്ക് അതിനുവേണ്ടി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുന്നതുമാണ്. അതൊക്കെ അവരവരുടെ ജാതക രീതിയിലുള്ള ദശ അപഹാരങ്ങളെയും ചാരവശാൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളെയും അപേക്ഷിച്ചായിരിക്കും തീരുമാനിക്കപ്പെടുന്നത്. ഗ്രഹമാറ്റങ്ങളെന്ന് പറയുമ്പോൾ വർഷഗ്രഹങ്ങളായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായും വർഷഫലങ്ങൾ പറയുന്നത്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളും 2025 രാശി മാറുന്നുണ്ട്. അതായത് മാർച്ച് മാസം ശനിയും മെയ് മാസത്തിൽ വ്യാഴവും രാഹുകേതുക്കളും രാശി മാറുന്നതാണ്. ഈ മാറ്റങ്ങളൊക്കെ ചില കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെയും ചില കൂറുകാർക്ക് പ്രതികൂല ഫലങ്ങളെയുമാണ് നൽകാൻ പോകുന്നത്. ഒരുപക്ഷെ ഗ്രഹനിലകൾ അനുകൂലമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വർഷം തുടങ്ങുമ്പോൾ വ്യാഴം അനുകൂലമായി സഞ്ചരിക്കുന്നതും മാർച്ച് 29-ാം തീയതിയോടെ ഏഴരശനികാലം അവസാനിക്കുന്നതും മൂലം മകരക്കുറുകാരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറും. അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം ലഭിക്കും. കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും വരുമാനം അധികരിക്കും. ഗൃഹത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. ജോലി സംബന്ധമായ യാത്രകൾ അധികരിക്കും. മെയ് മാസം മുതൽ വ്യാഴം 6-ൽ സഞ്ചരിക്കുന്നത് വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ സംബന്ധമായി നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണിത്. നിലവിലെ ജോലി സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതേസമയം ആരോഗ്യപരമായി ചില പ്രശ്നങ്ങളുണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. അനാവശ്യമായ കൂട്ടുകെട്ടുകളും ഒഴിവാക്കേണ്ടതാണ്. സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും രഹസ്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതും നല്ലതാണ്. മെയ് മാസം മുതൽ രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കുന്നതും കുടുംബത്തിലുള്ളവരോടും പുതിയ ആളുകളോടും സംസാരത്തിൽ മിതത്വം പാലിക്കുന്നതും നല്ലതാണ്. അഷ്ടമരാശിയിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. വിദ്യാർത്ഥികളും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ രാഹുകേതു മാറ്റം അനുകൂലമല്ലെങ്കിലും ഏഴരശനി അവസാനിക്കുന്നതിനാൽ ഈ വർഷം പൊതുവെ അനുകൂല ഫലങ്ങളായിരിക്കും മകരക്കുറുകാർക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറു ജനിച്ചവരുടെ വർഷഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.